ഈ ചെടി നടാനായിട്ട് ആദ്യം ഇതുപോലൊരു വെള്ള പോട്ടാണ് വേണ്ടത് കേട്ടോ. അതിലേക്ക് നമ്മൾ മണ്ണ് നിറച്ച് കൊടുക്കുകയാണ് വേണ്ടത്. ഒരു ഹാഫായിട്ട് മണ്ണ് നിറച്ച് കൊടുക്കുക. ഇത് ചാണകപ്പൊടിയും മണ്ണും കലർന്ന ഒരു മിക്സ്ചറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ചെടി വളരുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ സപ്പോർട്ടിന് വേണ്ടി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നല്ലൊരു പൈപ്പാണ്, വളരെ നീളമുള്ള ഒരു പൈപ്പാണ്. ഇതിലേക്ക് നല്ലപോലെ കയർ ചുറ്റി കൊടുക്കുവാണ് കേട്ടോ. ഏകദേശം ഫുള്ളായിട്ട് തന്നെ നല്ല രീതിയിൽ ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ പിടിച്ച് വളരുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഈ പൈപ്പ് ആ പോട്ടിലോട്ട് ഇറക്കി വെച്ചിട്ട് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യണം ഉണ്ടായത്. എന്നിട്ട് ഇതിന് ചുറ്റും ആ ചെടി നട്ടു കൊടുക്കുകയാണ്. കണ്ടില്ലേ, നല്ല രീതിയിൽ വളർന്നു വരും ഇങ്ങനെ നട്ടാൽ. പിന്നെ ഇത് നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, ഇതിൽ കുറേ ഹോൾസൊക്കെ ഉണ്ട്. അത്ര മോൺസ്റ്ററ ഫാമിലിയിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് സ്വിസ് ചീസ് എന്നാണ് അറിയപ്പെടുന്നത്. ഗാർഡനിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ ചെടി ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. നല്ല ഭംഗിയായിരിക്കും. ഇത് ഒത്തിരി മുകളിലോട്ട് വളർന്നു വന്നാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിൻ്റെ അടുത്ത നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അടുത്ത്. കണ്ടില്ലേ, നമുക്ക് ഇൻറ്റീരിയർ ഡെക്കറേഷന് വേണ്ടിയിട്ട് വീട്ടിൻ്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും.